അക്ഷരത്തമ്പുരാൻ ആരാധ്യനായ ടി വാസുദേവൻ നായർക്ക് പ്രണാമം. മതങ്ങളാൽ കെട്ടിയൊരുക്കിയ നാടാണ് ഭാരതം. ലോകത്ത് രക്തച്ചൊരിച്ചിൽ കൂടുതൽ നടന്നിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. പല രാജ്യങ്ങളും പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും കണി കാണാൻ അസഹിഷ്ണുതയുടെ ഉറവിടങ്ങളായി മനുഷ്യനും മതങ്ങളും മാറുന്നതാണ് കാരണം. വയലാർ പറഞ്ഞത് എത്ര ശരി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യൻ മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഏതു മതമായാലും അവരുടെ ചില നിലപാടുകൾ പലപ്പോഴും പൊതുസമൂഹത്തിന്റെ സമാധാനം തന്നെ ഇല്ലാതാകും. സാംസ്കാരിക നായകനും കലാകാരനും മതത്തെക്കുറിച്ചോ അവരുടെ ആചാരങ്ങളെക്കുറിച്ചോ വിമർശനപരമായൊന്നും പറഞ്ഞുകൂടാ, എഴുതിക്കൂടാ. പറഞ്ഞാൽ മറുപടി പറയുന്നത് വാളുകൾ, തോക്കുകൾ, ബോംബുകൾ. എന്തൊരു സ്ഥിതിയാണ്! സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഭാരതത്തിന്റെ മന്ത്രാക്ഷരിയായി മാറേണ്ട വരികളാണ്. ഇതിന്റെ അർത്ഥം എത്ര വിശാലമാണ്! അതാരും മറക്കുവാൻ പാടുള്ളതല്ല. മറന്നാൽ സംഭവിക്കുന്നതോ തോക്കുകൾ കഥ പറയും. അതെ, അതാണ് എൻ്റെ കഥയുടെ പേര്. ഇതൊരു സിനിമാ കഥയല്ല, എന്നാൽ ഒരു സിനിമാ തിരക്കഥാ രചയിതാവിൻ്റെ ചിന്തകളാണ് ഈ കഥ. മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും അപൂർവമായ സംഭാവനകൾ നൽകിയ അനശ്വര പ്രതിഭയാണ് ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹം എന്തോ എഴുതാനുള്ള ഒരു കഥയാണ്. അക്ഷരങ്ങൾ പൊന്നാനി താലൂക്കിലെ കൂടലിൽ പിറന്നെടുക്കും. അവിടെ 91 വയസ്സ് പ്രായമുള്ള അദ്ദേഹം തന്റെ എഴുത്തുപുരയിലും ചാരകസും എന്തോ ആലോചിച്ചു. മുന്നിലുള്ള മേശമേൽ ഒരു പുസ്തകം, പള്ളിവാളും കാൽച്ചലും. ഈ പുസ്തകമാണ് 1973 സിനിമയായി പുറത്തിറങ്ങിയത്. നിർമ്മാല്യം. പ്രശസ്ത നടൻ PJ ആന്റണിക്ക് ആദ്യത്തെ ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. MT ആ പുസ്തകം ഒന്ന് വിടർത്തി മനസ്സിൽ ഒരു വെളിച്ചപ്പാടിന്റെ കഥ. തീർത്തും ദരിദ്രനായ അദ്ദേഹം ഒരു കുടുംബത്തിന്റെ തളർവാദം പുലരിട്ട് കട്ടിലിൽ കഴിയുന്ന തന്റെ പിതാവിന്റെ കൈകളിൽ നിന്നുമാണ് വെളിച്ചപ്പാട് വാളും ചിലപ്പോൾ ഏറ്റുവാങ്ങിയത്. പിന്നെ ഭഗവതിയുടെ ഉപാസകനായി കാലങ്ങളെ കഴിഞ്ഞു. താഴ്ചയില്ലാതെ ഉയർച്ച ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാലും വെളിച്ചപ്പാടിന് ദേവിയോട് വഴക്കും പരിഭവം. വെളിച്ചപ്പാടിനാകെ ദുഃഖമുള്ളത് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. കാരണം നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് ആ കുടുംബം. എല്ലാം സഹിച്ചുകൊണ്ട് ഭാര്യ നാരായണി, വിവാഹപ്രായമെത്തിയ മകൾ അമ്മണി, തൊഴിലൊന്നുമില്ലാതെ മകനപ്പു, താഴെ 2 പെൺമക്കൾ. ഇതാണ് വെളിച്ചപ്പാടിന്റെ കുടുംബം. പരിതാപമേറിയ
ദുരവസ്ഥയിലാണ്. ഭക്തന്മാർ തീരെ കുറവ്, കാണിക്കില്ല, നേർച്ചയില്ല, ചുറ്റും വിളക്കില്ല. ദാരിദ്ര്യമേറുമ്പോൾ വെളിച്ചപ്പാട് കടം വാങ്ങുന്ന ഒരാളുണ്ട്, മൈമുണ്ണി. ഇപ്പോ അയാളും പണം കൊടുക്കാതായി. ഇതുവരെ വാങ്ങിയ രൂപയും ചോദിച്ച് അയാൾ നിത്യവും ആ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്. അന്നും അയാൾ അറിയിക്കുന്നു. അമ്പലത്തിലേക്ക് ഒരു തീരുന്നുണ്ട്. അപ്പൊ കുറച്ച് ദക്ഷിണ വരും. പണം ഒരിക്കലും തരാതിരിക്കില്ല മൈമുണ്ണിയെ. കഴിഞ്ഞാൻ വേണ്ടി ഇത്തരം മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്ന വെളിച്ചപ്പാട് ഒരു ദിവസം വീട്ടിൽ കയറി വരുമ്പോൾ ഒരു പാത്ര കച്ചവടക്കാരൻ വരാന്തയിൽ നിരത്തി വെച്ചിരുന്ന പള്ളിവാൾ, കാൽച്ചിലമ്പ്, അരമണി, പകരം അവനതെല്ലാം തൂക്കി നിൽക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോ എന്താ നീ കാണിക്കുന്നത്? കാലങ്ങളായി ഞാൻ സൂക്ഷിക്കണം തടവിക്കൊണ്ട് അപ്പു പുറത്തിറങ്ങി. ആരോടും നാരായണി കരഞ്ഞുകൊണ്ടേയിരുന്നു. നാളുകൾ കഴിഞ്ഞു. അപ്പുവിനെ കുറിച്ച് ഇളവുന്നില്ല. നാളേറെയായിട്ടും അപ്പു ആ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. അതീവ ദുഃഖിതനായ വെളിച്ചപ്പാട് ഒരു ദിവസം വാതുക്കൽ വന്നിരിക്കുമ്പോൾ അമ്പലവാസികളായ കുറച്ചു പേർ കടന്നു വന്നു. വെളിച്ചപ്പാടേ, ദേവി കോപിച്ചിരിക്കണം. ദീനാത്രേ ചെറിയ പനി പോലെ വൈകുന്നേരമായപ്പോൾ ദേഹത്താകെ കുരുക്കൾ. വസൂരിയ അമ്മേ ഭഗവതി, എന്തായി കേൾക്കണേ? 3 വർഷമായി മേനേക്കാവിന് കുരുന്നിടന്നിട്ട് ആരോടാ പറയുക? അമ്മ ദാഹിച്ചിരിക്കുക. അതുകൊണ്ട് വേഗം കുരുന്നടത്തുക. നാട് നടന്ന് പിരിച്ചായാലും വേണ്ടിയില്ല, നമുക്ക് കുരുന്നടത്താം. ആളുകൾ വീടുകൾ കയറി ഇറങ്ങി ദേവി കോപം പറയുന്നു. ആളുകൾ വീടുകൾ കയറി ഇറങ്ങി ദേവി കോപം പറയുന്നു. മസൂരി വിത്തുകൾ പലരും മസൂരി വിത്തുകൾ പലരും ഭക്തജനങ്ങളെല്ലാം നാട്ടുപ്രമാണിയും കരക്കാരുമെല്ലാം മേളവും തെയ്യവും താലപ്പൊലിയും അമ്പലപ്പറമ്പിൽ പന്തലും ചടയും ഗുരുതിക്കുള്ള കളവും എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ വെളിച്ചപ്പാട് വീട്ടിലെത്തി. നേരം ശ്രദ്ധയും പള്ളിവാളും കാൽച്ചിലമ്പ് മരമണിയും എടുക്കണം. വാതിലിടന്ന് കിടക്കുന്നു. നാരായണി, അമ്മണിയെ, ആരായി തിസഞ്ഞിട്ട് വാതിൽ കൊട്ടി അടച്ച് കിടക്കണേ? നാരായണി, അമ്മണിയെ, അസ്ത്രീകളെ പിടിക്കാൻ. വെളിച്ചപ്പാടിന്റെ ഉറച്ച ശബ്ദം കേട്ട് അടഞ്ഞ വാതിൽ തുറക്കപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങി വന്നയാളെ കണ്ട് വെളിച്ചപ്പാട് സ്തംഭിച്ചു നിന്നു. മൈമുണ്ണി, താൻ പണം കടം വാങ്ങിയ മൈമുണ്ണി, എന്റെ ഭഗവതി! ചുറ്റും കൊടുങ്കാറ്റുയർന്നു. ചുറ്റും കൊടുങ്കാറ്റുയർന്നു. ഉള്ളതും പ്രതിഷേധിക്കാൻ പോലും ശേഷിയില്ലാതെ തലകുലിച്ച് നിൽക്കുന്ന വെളിച്ചപ്പാട് മൈമുണ്ണി പതിയെ പുറത്തിറങ്ങി. താൻ നൽകിയ പണത്തിന്റെ കടം തീർന്ന ഭാവം. ചുറ്റും നിശബ്ദത, നിശ്ചലത, നിസ്സഹായത. വീണ്ടും മുറിയിലേക്ക് നോക്കിയപ്പോൾ വെളിച്ചപ്പാട് കണ്ടു തന്റെ ഭാര്യ നാരായണി ചിതറിത്തെറിച്ച് കടന്നു. എന്തോ വലിയ അപരാധം ചെയ്ത മുഖഭാവം. അയാളുടെ നെഞ്ചിൽ തീ കത്തി. നാരായണി, എന്റെ 4 മക്കളും പെറ്റത് നീ തന്നെയാണോ നാരായണി? ഞാൻ തന്നെ. അന്യന്റെ മുഖം നോക്കാതെ വളർന്നവളായി ഞാൻ. ഈ 42ാമത്തെ വയസ്സിൽ എന്നെ ഇങ്ങനെയാക്കിയത് നിങ്ങളാ. ഈ വീട് എങ്ങനെയാ കഴിഞ്ഞിരുന്നത്
ഭഗവതിയെ രക്ഷിക്കാൻ നടന്നപ്പോ ഈ വീട്ടിൽ അടുപ്പെരിഞ്ഞിരുന്നില്ല. എന്റെ മക്കള് വിശന്ന് കിടന്നപ്പോ ഭഗവതിക്ക് ആ ശബ്ദം കൊണ്ടുവന്ന് തന്നില്ല. നാരായണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് വന്നു. ഭാര്യയുടെ ദയനീയമായ വാക്കുകൾ കേട്ട് ആകെ തകർന്നുപോയ മനുഷ്യൻ വാളും ചിലമ്പും കയ്യിലെത്തി യാന്ത്രികമായി നടക്കുകയായിരുന്നു. തിരക്കേറിയ ക്ഷേത്ര പരിസരം വേളം പെരുക്കം ഉയർന്നു. തെയ്യക്കോലം കുറഞ്ഞാണ് അമ്പലക്കുളത്തിൽ എടുച്ചപ്പാടും കയ്യിൽ പള്ളിവാൾ. നാലപ്പൊലിയേറ്റിയ സ്ത്രീകളുടെ നില ഇരുഭാഗത്തായി നിറഞ്ഞു. അതിന് മധ്യഭാഗത്തായി നടന്നു ഓടി ഒച്ച വെച്ച് വെളിച്ചപ്പാട്. ആ ശബ്ദങ്ങളിൽ ആരോടോ പ്രതിഷേധവും പ്രതികാരവും വേണം മുഴങ്ങി. ആ ശബ്ദം ആകാശത്തെ പ്രകമ്പനം വിളിക്കുമ്പോൾ വെളിച്ചപ്പാട് അമ്പലനദിയിലേക്ക് ഓടിക്കയറി. പ്രതികാരരൂപം പ്രതിഷേധഭാവം അലകല്ലും അലകടൽ പോലെ നിന്നെ ഞാൻ ധ്യാനിച്ചുവെങ്കിലും നീ കനിഞ്ഞില്ല ദേവി, നീ കനിഞ്ഞില്ല ദേവി. എന്റെ ദേവി, എന്നോട് നീ ഇത് ചെയ്തല്ലോ. ഭാര്യ ചെയ്ത അവരാ, മൈമുട്ടിയുടെ വഞ്ചന, മകന്റെ ഇറങ്ങിപ്പോക്ക്, മകളെ കെട്ടിച്ചയക്കാൻ പറ്റാത്ത അയാൾ പലതും നോക്കി. തന്റെ കയ്യിലെ പള്ളിവാൾ കൊണ്ട് നെറ്റിയിലാക്കി കെട്ടി. ഭഗവതി രക്തമടക്കിട്ട് പൊട്ടിയതുപോലെ ചീറ്റി ഒഴുകി തന്റെ വായിലേക്ക് ഒഴുകിയെത്തിയ ചോര നക്കിയെടുത്ത് ദേവിയുടെ മുഖത്ത് ചുവപ്പ് കലർന്നു. അത് താഴേക്ക് ഒഴുകുമ്പോൾ തന്റെ കയ്യിലെ പള്ളിവാൾ അലക്ഷ്യമായി വിളിച്ചു. ഓം സർവേശ്വരം സ്വസ്തിർഭവതു, ഓം സർവേശ്വരം ശാന്തിർഭവതു, ഓം സർവേശ്വരം പൂർണ്ണം ഭവതു, ഓം സർവേശ്വരം മംഗളം ഭവതു. വെളിച്ചപ്പാട് തറയിലേക്ക് വലിച്ചു. പ്രിയരെ, എം.ടി. ആ കഥയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. 51 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഒരു കൃതിയാണിത്. ഇതെഴുതിയത് ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഒരു ചോദ്യം, എം.ടി. അവർ പണ്ടേ വകവരുത്തുമായിരുന്നില്ലേ? വർഗീയ കോമരങ്ങൾ ഓരോ മതത്തിലും അഴിഞ്ഞാടുകയാണ്. അതിന്റെ ഭാഗമായി എത്രയെത്ര കൊലപാതകങ്ങൾ ഈ രാജ്യത്ത് നടന്നു. സാഹിത്യകാരനായ കലബുർഗി, ചരിത്രാന്വേഷിയായ നരേന്ദ്ര ധാബോൽക്കർ, എഴുത്തുകാരനായ ഗോവിന്ദ് പൻസാരി, പത്രപ്രവർത്തക ഗൗരി ലങ്കേഷ്, അവരുടെ നേരെ ഉതിർത്ത വെടിയുണ്ടകൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് എം.ടി. തൻ്റെ മുന്നിലുള്ള നോട്ട്ബുക്കിൽ എന്തോ എഴുതാനൊരുങ്ങുമ്പോൾ ഒരശരി, എന്തു നീ എഴുതണം എഴുതണം വരികളും വരകളും ചൊല്ലാം, എന്തു നീ എഴുതണം എഴുതണം വരികളും വരകളും കണ്ണ ചൊല്ലാം, അല്ലാതെ നിന്റെ തൂലിക ശബ്ദിച്ച തോക്കുകൾ നിന്നോട് കഥ പറയും, അല്ലാതെ നിന്റെ തൂലിക ശബ്ദിച്ച തോക്കുകൾ നിന്നോട് കഥ പറയും, തോക്കുകൾ നിന്നോട് കഥ പറയും. തെല്ലും ഭയമില്ലാതെ എം.ടി. പേനകയിലെടുത്തു. മനസ്സിൽ ONV-യുടെ കവിത മുഴങ്ങുന്നു. നീ കത്തിജ്വലിച്ചില്ലെങ്കിൽ, ഞാൻ കത്തിജ്വലിച്ചില്ലെങ്കിൽ ആരാണ് ഈ ഇരുട്ടിനെ പിന്തുടർന്ന് പിടിക്കുക? നമ്മിലൊരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിരുന്നു. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. അതേ മിത്രമേ, നീ ഉറങ്ങുക, ഞാൻ കാവലിരിക്കാം. ഞാൻ മിഴിയടയ്ക്കുമ്പോ നീ ഉണർന്നിരിക്കണേ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.